Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. ഇന്നലെ പാർട്ടിയിലേക്ക് വന്നയാളെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പാലക്കാട് CPM-ന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നതെന്ന് PK ബഷീർ MLA. പ്രിയങ്കയ്ക്കായി ഏറനാട് മണ്ഡലവും വലിയ പിന്തുണയാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ സർക്കാരിനെതിരാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സൂചനയാണ് തിരഞ്ഞെടുപ്പ് ഫലം. പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും അന്നേ പറഞ്ഞതാണ്. ചേലക്കരയിൽ LDF വലിയ വോട്ടിന് വിജയിച്ച സ്ഥലത്താണ് ഇപ്പോൾ ചെറിയ ലീഡിലാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് മിഷനറികളും പോലീസ് മറ്റു ഭരണകൂടങ്ങളെല്ലാം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയതായും MLA പറഞ്ഞു. ഗവൺമെന്റ് പാർട്ടി അനുഭാവികൾക്ക് LDF CPM അനുഭാവികൾക്കൊന്നും ഒരു താല്പര്യം ഇല്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് ഉദാഹരണം പിണറായി വന്നു 3 നിയോജകമണ്ഡലത്തിന്റെ പരിപാടിയായിരുന്നു ഇവിടെ എറണാകുളം എടവണ്ണയിൽ വെച്ചു. അത് നമ്മളെ ആദ്യം ക്യാപ്റ്റൻ വരുന്ന CM വരുന്ന ആ ഇതൊന്നും വോട്ടർമാരെ ക്രൗഡിനെ ആകർഷിക്കുന്ന അങ്ങനെയുള്ള ഒരു ക്രൗഡ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് CM വന്നപ്പോൾ ഉണ്ടായിരുന്നു. അതിനെ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ആഴ്ചയിലാണ് വന്നത് നമ്മൾ കണ്ടു. അപ്പൊ നമുക്കറിയാലോ ഒരു അതിന്റെ ഒരു പാർട്ടി പ്രവർത്തകർക്കുള്ള ആവേശപ്പെടുന്നത് 3 നിയോജകമണ്ഡലം നിലമ്പൂരും വണ്ടൂരും ഏറനാടും കേന്ദ്രീകരിച്ചായിരുന്നു എടവണ്ണയിൽ പരിപാടി. എന്താ സംശയം? ഇല്ല പെട്ടിയും ഇല്ല പോലീസും ഇല്ല മഫ്തി പോലീസും ഇല്ല മന്ത്രിമാരും എല്ലാവരും കൂടി എന്തൊക്കെ നാടകം ഉണ്ടാക്കിയത്. പിന്നെ ഒന്നുണ്ട്, ഈ വന്നുകൂടിയാലൊക്കെ ഏറ്റെടുക്കാൻ പാർട്ടിക്കാരെ ശ്രദ്ധിക്കണം. ഇന്നലെ വന്ന ആളെ ഇന്നലെ അത് വന്നോണ്ടാണ് സ്ഥാനാർത്ഥിയല്ല. പിന്നെ അപ്പൊ CPM പാലക്കാട് പോലുള്ള ഒരു സീറ്റില് സ്ഥാനാർത്ഥി ഇല്ലാത്ത നല്ലൊരു സ്ഥാനാർത്ഥി പാർട്ടിക്കാരനെ അവർക്ക് വെക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അവിടെ വന്നത്. അതങ്ങനെ പ്രോത്സാഹനം CPM പോലെ ഒരു പാർട്ടി കൊടുക്കാൻ പാടില്ല. ചേലക്കരയിലെ കഴിഞ്ഞ പ്രാവശ്യം 2016 റിസൾട്ടാണ് എടുക്കേണ്ടത്. 2024 പാർലമെന്റല്ലല്ലോ എടുക്കേണ്ടത്. അത് 39,000 വോട്ട് ഉണ്ടായിരുന്നല്ലോ മറ്റേ മന്ത്രിക്ക് ഭൂരിപക്ഷം രാധാകൃഷ്ണൻ. അതിപ്പോ 12,000 വോട്ടായിട്ട് കുറഞ്ഞില്ല ആ തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് 3,000 വോട്ട് ഷാഫിക്ക് ലീഡുള്ളത് അവിടെ 6 ഇരട്ടി ഭൂരിപക്ഷം കൂടിയിരുന്നു. അപ്പൊ UDF തിളക്കമാണോ കൂടി തിരിച്ചു വരില്ലേ. ഇവിടെ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറയുന്നത് ഈ 7 അസംബ്ലി മണ്ഡലങ്ങളാണ്. അതിൽ മാനന്തവാടി CPM ജയിച്ചതാണ്. അതുപോലെ നിലമ്പൂര് CPM ജയിച്ചതാണ്. തിരുവമ്പാടി CPM ജയിച്ചതാണ്. നിലമ്പൂര് 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക്. തിരുവമ്പാടി 53,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്രാവശ്യം. മാനന്തവാടി 45,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 3 സീറ്റ് കിട്ടുകയാണെങ്കിൽ ആ 1 പകുതിയാൾക്ക് 3 അപ്പൊ ഞങ്ങൾ ശക്തമായി തിരിച്ചു വരുന്നു. അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഗവൺമെന്റിന് എതിരാണ്. UDF ശക്തമായി തിരിച്ചു വരും. BJP-യുടെ വർഗീയ രാഷ്ട്രീയം അതിന് കൂട്ടുനിൽക്കുന്ന CPM-ന്റെ രാഷ്ട്രീയം. അല്ലെങ്കിൽ ആലോചിക്കുക CPM പോലൊരു പാർട്ടി സ്വന്തം പാർട്ടിക്ക് ഒരു മുഖപത്രം ഉണ്ട് ദേശാഭിമാനി, അതിന് പരസ്യം കൊടുക്കില്ല. സാധാരണ എന്ത് ചെയ്യാ, അവനാരുടെ പത്രത്തിന്റെ പരസ്യം കൊടുത്തിട്ടേ മറ്റൊരു കൊടുക്കുള്ളൂ. എന്തിനു ഏർപ്പാടാ ആലോചിക്കും. അതും സിറാജിന് പിന്നെ സുപ്രഭാതത്തിന് പിന്നെ അതിന് പരസ്യം കൊടുക്കുക. കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ വർഗീയ കുത്തിവെച്ചത്. അതും മതേതര പാർട്ടി എന്ന് പറയുകയും മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും എന്ന് പറയുകയും ഭൂരിപക്ഷ വർഗീയത എതിർക്കുകയും എന്ന് പറയുകയും ചെയ്ത CPM. അത് വർത്താനത്തിലേ ഉള്ളൂ. ഗോവിന്ദമാഷ അങ്ങനെയല്ലേ. ഗോവിന്ദമാഷാണ് പാലക്കാട് ജമാഅത്ത് ഇസ്ലാമി SDP ഒക്കെ വോട്ട് ചെയ്തു. അപ്പോ ഈ ചേലക്കര അപ്പൊ അത്രയും വലിയ ശക്തമായ സ്വാധീനം പാലക്കാട് ഉണ്ടോ? പിന്നെ പണം കിട്ടുമ്പോ എന്ത് പരസ്യം കൊടുക്കണം എന്നുള്ളത് പത്രത്തിന്റെ മാനേജ്മെന്റും അത് ഏത് ഇതിനു വേണ്ടിയാണ് ആ പത്രം നിലകൊള്ളുന്നത് അതിന്റെ ആശയങ്ങളനുസരിച്ച് അവര് തീരുമാനിക്കേണ്ട. ഇതൊക്കെ ജനവിധേയത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ പരസ്യം കൊണ്ട് പാലക്കാട് ഇത്രയധികം നല്ല റിസൾട്ട് UDF ഉണ്ടാകാൻ കാരണം. ജനങ്ങളോട് ഇങ്ങനെ പറയാൻ വേണ്ടത്. ഇവിടെ ഞാൻ CM 3 മണ്ഡലത്തിന്റെ ഒരു പരിപാടിക്ക് വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കാര്യമായ അവിടെ CPM-ന്റെ നേതാക്കന്മാരൊന്നും വന്നില്ലല്ലോ. CPM-ന്റെ MLA-മാരും CPM-ന്റെ മന്ത്രിമാരുമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണത്തിലുണ്ടായത്. പിന്നെ അത്ര സംഘടനാബലം CPM-ക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ലാതെ അതുണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം സ്കോർ കൊടുക്കുന്നു. അതന്നെ വോട്ടുകൾ എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. സ്വന്തം വോട്ടർമാർക്ക് സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് ഞങ്ങൾ വോട്ട് ജയിക്കുന്നത്.
അവരുടെ പ്രചരണം ഉണ്ടാകുമ്പോഴാണ് UDF അല്ലെങ്കിൽ ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് വളരെ സജീവമാവും. മറ്റേ ആളില്ലാത്ത റോഷൻഖാനെ ഗോളടിക്കരുത്. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് 35 കൊല്ലം ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് വാങ്ങിയവരുടെ CPM, SDPന്റെ വോട്ട് വാങ്ങിയവരുടെ CPM എന്ന ഇവർക്കൊരു അലർജി ഉണ്ടായിരുന്നു. കിട്ടുന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകില്ല. നമ്മൾ ആ ഈരാജുപേട്ട ആ ഭാഗങ്ങളിലെ മുനിസിപ്പാലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഭാഗത്തിന്റെ പഞ്ചായത്തുകൾ, കൊല്ലം ഭാഗത്തിന്റെ പഞ്ചായത്തുകൾ SDPന്റെ ഇതിനോടുകൂടിയല്ലേ CPM ഭരിക്കുന്നത്. ജനങ്ങളുടെയും നാടിന്റെയും വിഷയത്തിൽ ഇടപെടുന്ന ആളാണ് യഥാർത്ഥത്തിൽ. അത് നല്ല പാരമ്പര്യമല്ല, കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയ പാരമ്പര്യമല്ല, കുടുംബത്തിൽ നിന്ന് വന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ അവർക്ക് ഇത്ര വോട്ട് ചെയ്തത്. നിങ്ങൾ ആലോചിക്കുക, രാഹുൽ ഗാന്ധി വന്നു, രണ്ടാമത് രാഹുൽ ഗാന്ധി വന്നു, ഇപ്പൊ പ്രിയങ്കാ ഗാന്ധി വന്നു. അപ്പൊ ഈ വോട്ട് പറയില്ലല്ലോ. അപ്പൊ ജനങ്ങൾക്ക് അവരുടെ ഒരു വിശ്വാസമാണല്ലോ. ഇതിനൊക്കെ ഏതുകൊണ്ട നേതാക്കന്മാരുണ്ടാകട്ടെ, വളർന്നു വരട്ടെ. ഇപ്പൊ പ്രിയങ്കാ ഗാന്ധി നമ്മളൊക്കെ പറഞ്ഞവര് 2ാം ഇന്ദിര എന്നുള്ള നിലക്കല്ലേ ജനങ്ങൾ കാണുന്നത്. പിന്നെ ഒരു കാര്യം, ഇത് പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഇത്രയും വോട്ടിന്റെ ഭൂരിപക്ഷം അത് ഞാനങ്ങളെ വെക്കാതെ കിട്ടുമോ? അപ്പോ 1,1,5 ലക്ഷം വോട്ടാവുന്നല്ലാത്ത വയനാട്ടിലെ ആദ്യം ഷാനവാസിന്നപ്പോ 1.5 ലക്ഷം വോട്ടിന്റെ വയനാട് ലോക്സഭാ ആദ്യം ഉണ്ടായപ്പോ 1.5 ലക്ഷം വോട്ട് വെച്ചു. പക്ഷെ അന്ന് മുരളി 95,000 വോട്ട് പിടിച്ചു. അതായത് 2024 പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോളിംഗ് ശതമാനം കൂടിയുണ്ട്. അത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് BJPന്റെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനായിരുന്നു ഒരു സ്ഥാനാർത്ഥി, ഒന്നിന് ദേശീയ നേതാവ് നിലയ്ക്ക് ആനിരാജ സ്ഥാനാർത്ഥി. അപ്പൊ അതില് എല്ലാ പാർട്ടികളും സജീവമായിട്ട് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അവരുടെ വോട്ട് പോൾ ചെയ്തു. അങ്ങനെയാണ് ആ പോളിംഗ് ശതമാനം വന്നത്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ബൂത്തുകളിലൊക്കെ 90, 100, 110, 75 വോട്ടുകൾ ചെയ്യാതെ പോയി. നമ്മൾ അതിന് കണക്കെടുക്കുമ്പോൾ 65-70% LDF വോട്ട്, 30% അതിൽ UDF വോട്ട് പോൾ ചെയ്യാറ്. അതിന്റെ അന്തരം ഈ റിസൾട്ടിൽ ഉണ്ടാവും. അത് നമ്മൾ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞ് 2ാം ദിവസമായപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഭൂരിപക്ഷം കൂടുന്നുണ്ട്. പിന്നെ നിയോജകമണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം വർദ്ധിച്ച ഒരു മണ്ഡലമാണ്. വോട്ടർമാർ കുറവാണ്, 57,000 ഉണ്ട്. ഇപ്രാവശ്യം 64,500 വോട്ടിന്റെ ഭൂരിപക്ഷം വന്നു. വണ്ടൂര് 73,000 വന്നു. കഴിഞ്ഞ പ്രാവശ്യം 59,000. അപ്പം അതിന്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി ഒരു ഘടകമാണ്. പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരു വോട്ടിന്റെ മാർജിൻ ഉണ്ടായിരുന്നു. കടലിന്റെ കായ കയറ്റണമായി നിങ്ങൾ എന്തായി പറയുന്നത്? പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് സ്വാധീനം നിങ്ങളെന്തായി പറയുന്നത്? കാരണം ആ തെരഞ്ഞെടുപ്പ് ജനപ്രതി അവിടെ പോലത്തേക്ക് അവിടെ പോയി കണ്ട SDPക്കാരെ വിധം കൊടുത്തിട്ടില്ല. ജയലക്കരാജ് അതൊക്കെ ആകല്ലേ, അതൊക്കെ ഉള്ളത് കൂട്ടാൻ പറ്റും. ഇവിടെ 6 സ്വാധീനം. നിങ്ങളിപ്പോ പത്രക്കാർക്ക് ഒരു 1.5 മാസങ്ങൾ അൻവറിനെ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. നിങ്ങൾ അൻവറിനെ അൻവറിനെ കൊണ്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തിക്കുക. അനുപറിന് അൻവറിൻ്റെതായ അഭിപ്രായം ഉണ്ടാവും. അതിപ്പോ ഞാൻ അഭിപ്രായം പറഞ്ഞ ഒരാളല്ല. ഗവൺമെന്റ് വിരുദ്ധ തരംഗം പാർട്ടി അനുഭാവികൾക്ക് LDF CPM അനുഭാവികൾക്കൊന്നും ഒരു താല്പര്യം. Zara Gold Diamonds and Platinum CPA Complex CPA Junction എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.